അർജുൻ പുറത്തു നിന്നും അവൻ്റെ സെല്ലിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്തെ കൂടെ ഉണ്ടായിരുന്ന ആ പുള്ളി പാത്രവും ഗ്ലാസും ഒക്കെ എടുത്ത് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, എന്താ ജാമ്യം വല്ലതും കിട്ടിയോ അതോ പരോളോ എന്താണ്, പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ എൻ്റെ ജീവനം കൊണ്ട് രക്ഷപ്പെടുകയാണ്, ഞാൻ സെൽ നമ്പർ 8 മാറുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ്? അപ്പോൾ ഇനി മുതൽ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് അർജുൻ ചോദിക്കുമ്പോൾ, സാർ ഒറ്റക്കോ, കൂട്ടിന് ആൾ വരും, ഇപ്പോൾ വരും എന്ന് പറയാം കേട്ടോ. എൻ്റെ പൊന്നു സാറേ, ഒരു ഭീകരനാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ആളിൻ്റെ പേര് ഞാൻ പറഞ്ഞ് സാറിനെ വെറുതെ പേടിപ്പിക്കുന്നില്ല എന്ന് പറയാം കേട്ടോ അദ്ദേഹം. സാറേ, പിന്നെ ഒരു കാര്യം, സാർ അവരെ സൂക്ഷിച്ചോണം എന്ന് പറയുന്നുണ്ട്. ഒരു കരുതൽ വേണം എന്നൊക്കെ പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു സുഹൃത്തെ ഒന്ന് വ്യക്തമായിട്ട് കാര്യം പറയാവോ എന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ സാറിനെല്ലാം വ്യക്തമായിക്കോളും, എന്നാൽ ഞാൻ പോവാൻ സാറേ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ ഇറങ്ങാണ്. ആ സമയത്ത് തന്നെ അർജുൻ്റെ സെല്ലിലേക്കുള്ള പുതിയ ആൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ പോയതിന് ശേഷം അർജുൻ ഇങ്ങനെ ജയിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുന്നുണ്ട്, ആരാണ് അവൻ പറഞ്ഞ ആൾ. അയാളാണെങ്കിലോ കൈ രണ്ടും പിന്നിലേക്ക് കെട്ടി ഒരു കയ്യിൽ ഗ്ലാസും ഒരു കയ്യിൽ പ്ലേറ്റും തമ്മിൽ പരസ്പരം കൊട്ടിക്കൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. ആ വരവ് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം മനസ്സിൽ എന്തൊക്കെയോ കരുതി ഉറപ്പിച്ചിട്ടാണ് അർജുൻ്റെ സെല്ലിലേക്ക് കടക്കുന്നത് എന്ന്. സെല്ലിൻ്റെ അടുത്തെത്തിയതും ഡോറിൻ്റെ ഓരോ അഴികളെയും പ്ലേറ്റ് കൊണ്ട് കൊട്ടുകയാണ് കേട്ടോ. എന്നിട്ട് കാല് കൊണ്ട് ചവിട്ടി തുറക്കുകയാണ് ഡോറ്. അകത്ത് കയറിയതും ഒറ്റ ചവിട്ടിന് തന്നെ ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അദ്ദേഹം. പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വന്നിട്ട് പറയുന്നുണ്ട്, ജയിലിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഷാജി എന്ന് പറയാം കേട്ടോ. ഇതെല്ലാം ഒരു അമ്പരപ്പോടെ നോക്കി നിൽക്കാൻ കേട്ടോ അർജുൻ. സാറിനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ഷാജി മറുപടി പറയുന്നുണ്ട്. അതുപോലെ ഷാജി തലവേദന ഒന്നും ഉണ്ടാക്കരുത്, ഇത് അപേക്ഷയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ എന്ന ആംഗ്യ ഭാഷയിൽ പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥന് പോകാൻ വേണ്ടി പറയാൻ കേട്ടോ ഷാജി. പിന്നീട് ഷാജി അർജുനെ നോക്കുകയാണ് കേട്ടോ. അർജുൻ അവനെ കണ്ടതും പേടിച്ചിട്ട് പിന്നോട്ട് നടന്ന് ജയിൽ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അർജുൻ അരുത് എന്ന ഭാവത്തിൽ കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ആ ചുമരിന്റെ മൂലയിൽ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഷാജി അർജുന്റെ അടുത്തേക്ക് വന്നിട്ട് അട്ടഹസിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? അർജുൻ ആണെങ്കിലോ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. മറന്നുപോയോ എന്നെ? എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കു വക്കീൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അട്ടഹസിക്കുകയാണ് കേട്ടോ. ഓർമ്മ വരും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അട്ടഹസിക്കുകയാണ്. അർജുൻ ആണെങ്കിലോ പേടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, അന്ന് കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്. ആ സമയത്ത് ഷാജി പറഞ്ഞിരുന്നു, ഞാനെങ്ങാനും ശിക്ഷയ്ക്ക് വിധേയനായി കഴിഞ്ഞ ശേഷം എൻ്റെ മുന്നിലെങ്ങാനും സാറ് വന്നാൽ പിന്നെ സാറിന് ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്നൊക്കെ പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു കേട്ടോ. എന്നിട്ടും അന്ന് അതൊന്നും മൈൻഡ് ചെയ്യാതെയായിരുന്നു അർജുൻ അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്. നിന്നെ ഞാൻ തീർക്കുമെടാ അർജുൻ വക്കീലെ എന്ന് അവസാനം വിധിക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്നും ആക്രോശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ജയിലിൽ വെച്ച് ആലോചിച്ചിട്ട് അർജുൻ ആകെ പേടിച്ച് വിറക്കാൻ കേട്ടോ. അതേസമയം ഷാജി അടുത്ത് നിന്ന് ചിരിക്കായിരുന്നു. ഓർമ്മകളിലേക്ക് പോയല്ലേ ഈ ഷാജി 8 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോൾ അന്ന് നീ എന്താ പറഞ്ഞത്? ജയിലിൽ നീ എന്നെ ഉറക്കുമെന്ന് അല്ലേടാ വക്കീലെ? അതേ വക്കീലെ, ഞാൻ ജയിലിൽ സുഖമായി ഉറങ്ങും, പക്ഷെ താനിനി ഉറങ്ങില്ല. ജയിലിൽ തനിക്കിനി ഉറങ്ങാത്ത രാത്രികളാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷെ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഇവിടെ നിന്നും നേടുമെടാ എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ നേരെ ശബ്ദമുയർത്തുകയാണ് അദ്ദേഹം. ഇനി വരും ദിവസങ്ങളിൽ നീ പലതും കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഷാജി പറയാൻ അർജുനോട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഷാജി എനിക്കറിയാം, ശക്തിയിൽ നിന്നോട് എതിർക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, ബുദ്ധിയിലും പറ്റില്ലടോ, ബുദ്ധി എങ്ങനെയാണെന്ന് എന്തിനാണെന്നും നീ ഇനി കാണാൻ പോകുന്നുള്ളടാ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ വീണ്ടും ഷാജി. ഇത് കേൾക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഷാജി, എനിക്ക് ബുദ്ധിയില്ല എന്നതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത പ്രതികളുടെ കൂടെ കിടക്കുക എന്ന് വെച്ചാൽ അത് എത്രത്തോളം ഭീതിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ബുദ്ധിയുള്ളവർ ഒരിക്കലും സൃഷ്ടിക്കില്ല. എനിക്ക് ബുദ്ധിയില്ല ഷാജി എന്ന് പറയാൻ കേട്ടോ അർജുൻ. അങ്ങനെ പാവത്തം അഭിനയിച്ചാൽ ഞാൻ എന്നെ വെറുതെ വിടും എന്ന് വിചാരിച്ചോടാ നീ എന്ന് ചോദിക്കാണ്ട ഷാജി അർജുനോട്. എനിക്ക് നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, അതിൻ്റെയൊക്കെ തിരിച്ചു പിടിക്കൽ എനിക്ക് വേണമെടാ എന്ന് പറഞ്ഞിട്ട് ഷാജി ആ പ്ലേറ്റ് കൊട്ടുകയാണ് കേട്ടോ. അതിൻ്റെ സൗണ്ട് കേട്ട് അർജുൻ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്താലും എനിക്കിവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ പറ്റൂ എന്ന് പറയാണ്. തിരിച്ച് ഷാജി പറയുന്നത്, നീ കയ്യും കെട്ടിയല്ല, നീ വായും കെട്ടിയും നിൽക്കാൻ പോകുന്നുണ്ട്, ഇനി അതെല്ലാം ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ കേട്ടോ. ഇന്ന് രാത്രി ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാണാടാ എന്ന് പറയാൻ കേട്ടോ ഷാജി. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഷാജി ഇത്ര വലിയ വാക്കുകളൊന്നും വേണ്ട, രാത്രിനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ മതി എന്ന് അർജുൻ സിമ്പിളായിട്ട് പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ ഷാജി അട്ടഹസിക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാ കേട്ട മോനെ, ഇന്ന് രാത്രി ഞാൻ ഇന്നെ കൊല്ലും എന്ന് പറയാൻ കേട്ടോ അദ്ദേഹം. എന്നിട്ട് പ്ലേറ്റ് എടുത്തിട്ട് അർജുൻ്റെ മുഖത്തൂടെ വീശാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, കൊല്ലേ
നീ വീശിയിട്ടും എൻ്റെ കണ്ണ് പോലും ഞാനൊന്ന് ചിമ്മി. ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നു തന്നെങ്കിൽ എന്ന് ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഷാജു പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് രാത്രി കാണാം, ഞാനിന്ന് കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാൻ കേട്ടോ. പിന്നീട് അർജുൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അപ്പം മഹേശ്വരി അമ്മൊക്കെ പറയുന്നുണ്ട്, എന്തൊരു കരച്ചിലാണ് മോൾ, ഇതുവരെ നിർത്തിയില്ലേ, ഈ കരച്ചിലിന് കാരണം നമ്മൾ നൂലുകെട്ട് സമയത്ത് നടത്തിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയാട്ടോ. അങ്ങനെ അവർ ഉടൻ തന്നെ നമുക്ക് നൂലുകെട്ട് നടത്തണം കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ്. ആ സമയത്താണ് പൂജ അങ്ങോട്ടേക്ക് വരുന്നത്. പൂജ പറയുന്നുണ്ട്, കുഞ്ഞ് കരയുന്നത് വിശന്നിട്ടാണ്. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, അല്ല മോളെ, നൂലുകെട്ട് നമ്മൾ നടത്തണം. അപ്പോൾ അച്ഛമ്മ പറയാണ്, കുഞ്ഞുങ്ങളുടെ ഇങ്ങനെയുള്ള ചടങ്ങുകൾ കൃത്യസമയത്ത് തന്നെ നടത്താം മോളെ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അച്ഛമ്മ അജുവേട്ടൻ്റെ അത് നൂലുകെട്ടൊക്കെ നടക്കുക എന്ന് വെച്ചാൽ അത് സങ്കടമുള്ള കാര്യമല്ലേ അച്ഛമ്മയെ ചോദിക്കുകയാണ്. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൂടുതലൊന്നും നോക്കണ്ട, അർജുൻ മോനെ എല്ലാം പറഞ്ഞാൽ മനസ്സിലാകും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ഇല്ല കനകേച്ചി, അജുവേട്ടനില്ലാതെ നൂലുകെട്ടിനെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അജുവേട്ടൻ്റെ ആഗ്രഹങ്ങളായിരുന്നു ഇതൊക്കെ, അത് സാധിക്കണം എന്ന് പറയട്ടെ പൂജ. എന്തായാലും അച്ഛമ്മയും അമ്മയും പറയുന്ന നൂലുകെട്ടിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം, പക്ഷേ ആ ചടങ്ങിൻ്റെ എന്ന് തീർച്ചയായിട്ടും അജുവേട്ടനെ ഇവിടെ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഉറപ്പിച്ച് പറയണ്ട പൂജ. പിന്നീട് പൂജ നന്ദഗോപനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ചടങ്ങ് തീയതി തീരുമാനിച്ച കാര്യമൊക്കെ പറയാണ്. അപ്പോൾ നന്ദ പറയുന്നത്, അതെന്തായാലും നന്നായി, മനസ്സിന് കുറച്ച് സന്തോഷമില്ല കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെ ചടങ്ങുണ്ടാകുമ്പോൾ എന്ന് പറയാണ്. ആ പൂജ പറഞ്ഞു, ഞാൻ എങ്ങനെ സന്തോഷിക്കണം അച്ഛാ അജുവേട്ടനില്ലാതെ. അപ്പോൾ പിന്നെ അർജുൻ പുറത്തിറങ്ങുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് ഈ ചടങ്ങ് ക്രമീകരിക്കാം എന്ന് പറയാൻ നന്ദൻ. അതൊന്നും പറ്റില്ല, ഞങ്ങൾ നിശ്ചയിച്ച സമയത്ത് തന്നെ മോളുടെ നൂൽക്കെട്ട് നടക്കും, പക്ഷേ അജുവേട്ടനെ പുറത്ത് എങ്ങനെ ഇറക്കാം എന്നുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ അച്ഛനെ വിളിച്ചത് എന്ന് പറയട്ടെ പൂജ. അച്ഛൻ എനിക്കൊരു സഹായം ചെയ്യണം, ഞാൻ ഇതുവരെ അച്ഛനോട് ഒരു കാര്യവും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് അച്ഛനോട് പറയാണ്. മോളുടെ നൂലുകെട്ടിൻ്റെ ചടങ്ങിൻ്റെ അന്ന് എങ്ങനെയെങ്കിലും അജുവേട്ടനെ പരോളിൽ ഇറക്കി ഇവിടെ എത്തിക്കണം. അച്ഛൻ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയാം, പക്ഷേ അതൊന്നും എനിക്ക് കേൾക്കണ്ട. നൂലുകെട്ടിൻ്റെ അന്ന് അജുവേട്ടൻ എന്തായാലും ഇവിടെ എത്തിയിരിക്കണം. നന്ദനാകട്ടെ ഇത് കേട്ട് ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കാൻ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്കധികം ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛോ. അജുവേട്ടനെ പോലെ നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയതിൽ പരം എനിക്കെന്ത് സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാനുള്ളത്. പക്ഷേ വിധി എനിക്ക് നേരെ വിപരീതമായിട്ടാണ് എഴുതിയത്. മോളെ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് സന്തോഷിച്ചതാണ്, പക്ഷേ ആ സന്തോഷം പൂർത്തിയാകുന്നതിന് മുൻപ് ദൈവം എനിക്ക് കണ്ണീരിട്ട് തന്നു. മോളെ നൂലിക്കെട്ട് പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ദിവസം നിശ്ചയപ്പോൾ ഞാനൊരു ശബ്ദം പോലെ പറഞ്ഞു, അജുവേട്ടൻ്റെ മടിയിലെടുത്തിട്ട് വേണം മോക്ക് നൂൽ കെട്ടാൻ എന്ന്. ആ ശബ്ദം എനിക്ക് അച്ഛൻ നിറവേറ്റി തരണം. എല്ലാം കേട്ടതിന് ശേഷം നന്ദൻ പറയുന്നുണ്ട്, എൻ്റെ മോൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഇനി എന്തെല്ലാം സംഭവിച്ചാലും ശരി, മോളുടെ ശബ്ദം അച്ഛൻ നിറവേറ്റിയിരിക്കും എന്ന് പറയാൻ കേട്ടോ നന്ദൻ. ഞാൻ കൊണ്ടുവരും മോളെ, നൂലുകെട്ടിൻ്റെ അന്ന് അർജുനെ എന്തായാലും ഞാൻ കൊണ്ടുവരും എന്ന് ഉറച്ച തീരുമാനം തന്നെ പറയാൻ കേട്ടോ നന്ദൻ. പിന്നീട് വസന്തനും മധുവും അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. വസന്തൻ സ്നേഹസദനത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂടുതൽ പറയുന്നുണ്ട് രാധമോളെ കുറിച്ച്. എന്താണെന്നറിയില്ല, മല്ലികയും ഞാനൊക്കെ ഇങ്ങനെ പറയും, രാധമോൾക്ക് പൂജ എടുക്കുമ്പോൾ അവൾ കരച്ചിരുന്നു. പൂജക്കാണെങ്കിലും ആ മോളോട് വല്ലാത്തൊരു വാത്സല്യമാണ്. ഇനി ആ പൂജയും ആ കുട്ടിയും തമ്മിൽ വല്ല ബന്ധമുണ്ടാകുമോ എന്നൊക്കെ പറയും. മധു പറയുന്നുണ്ട്, ഇനി അതിൻ്റെ ഒരു പോരായം കൂടിയുള്ളൂ, ഓരോന്ന് പറഞ്ഞ് പരത്തിയിട്ട് പിന്നെ അതും കേൾക്കേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ വസന്ത പറയുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ ബ്ലഡിന് AB നെഗറ്റീവ്, പൂജയുടെ ബ്ലഡും AB നെഗറ്റീവ്. ഒരു കുടുംബത്തിൽ ഒരാൾക്കുണ്ടായാൽ ബാക്കി പരമ്പരകൾക്കൊക്കെ അത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മഹേശ്വരി അമ്മക്കും അരുണിമയ്ക്കും അതുപോലെ തന്നെ പൂജക്കും ഇപ്പോഴിതാ ആ കുഞ്ഞിനും AB നെഗറ്റീവ്. ഈ സംശയം എനിക്കും മല്ലികയ്ക്കുമൊക്കെ ഉണ്ട്, പൂജയുമായിട്ട് ആ കുഞ്ഞിന് എന്തോ ബന്ധമുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ മധുവിനും എന്തൊക്കെയൊരു സംശയം പോലെ കേട്ടോ. വസന്തിൽ പോയതിനു ശേഷം മധുവും കുറച്ച് സമയം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് പൂജ ഉറങ്ങാൻ കേട്ടോ. ആ സമയത്ത് നല്ല ഇടിയൊക്കെ ഉണ്ട്. ആ ടൈമിൽ കുഞ്ഞ് ഉണർന്ന് കരയാൻ കേട്ടോ. അപ്പോൾ പൂജ പേടിച്ച് എണീക്കാണ്. അങ്ങനെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോൾ പേടിക്കേണ്ട, അമ്മയുടെ കൂടെ കരയാതെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടിയും ഉള്ള രാത്രിയിൽ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ എന്ത് ആശ്വാസമായേനെ എന്നൊക്കെ അവൾ കുഞ്ഞിനോട് പറയാൻ കേട്ടോ. ഇനി അമ്മ ഒരു കാര്യം പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു സാഹചര്യം അമ്മക്ക് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അന്ന് അച്ഛൻ ഓഫീസ് ട്രിപ്പിലായിരുന്നു. ആ ടൈമിൽ ഇടിയും മഴയൊക്കെ വന്നപ്പോൾ അമ്മ എന്താണ് ചെയ്തതെന്ന് മോൾക്കറിയോ എന്ന് ചോദിച്ചിട്ട് പൂജ പഴയ കാര്യം ആലോചിക്കാൻ കേട്ടോ. അന്ന് അർജുൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് അവൾ അണിയാണ്. ആ സമയത്ത് അവൾക്ക് എന്തൊക്കെയൊരു ധൈര്യം കിട്ടുന്നത് പോലെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ അവൾ ഇന്നും അലമാരയിൽ നിന്ന് അർജുൻ്റെ ആ ഡ്രസ്സ് എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അവൾക്ക് അർജുൻ കൂടെ ഉള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ്. അജുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെന്നും ഒരു ധൈര്യമായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അജുവേട്ടൻ കൂടെ ഇല്ലാത്തത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നൊക്കെ അവളിങ്ങനെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അർജുനോട് പറയുന്നത് പോലെ. പിറ്റേ ദിവസം റെസ്ക്യൂ ഹോമിൽ സ്വാതിയെ കാണാൻ അവിടെ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കേസ് കോടതിയിലെത്തിയാൽ പ്രതിഭാഗം വക്കീൽ പലതും ചോദിക്കും. അതിനെല്ലാം സ്വാതി തൻ്റെ ഇടത്തോടെ തന്നെ ഇതുവരെ നിന്നതുപോലെ പിടിച്ചു നിൽക്കണം. എത്ര പ്രതിസന്ധികളുണ്ടായാലും ഒന്നും വിട്ടു പറയരുത്. ഒരക്ഷരം പോലും
മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവളോട്. അങ്ങനെ അവൾ അതെല്ലാം സമ്മതിക്കുന്നുണ്ട്. എനിക്കറിയാം സർ, എന്ത് തന്നെ ഉണ്ടായാലും എന്നെ ഏതൊക്കെ രീതിയിൽ അവർ ചോദ്യം ചെയ്താലും ഞാൻ എൻ്റെ കാലൊരിക്കലും പിന്നോട്ട് വെക്കില്ല എന്നൊക്കെ അവളും ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതൊരു കെട്ടിച്ചമച്ച കഥയായതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ വീണ്ടും അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ വക്കീൽ അവളെ നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. എങ്ങനെയായാലും നീ ധൈര്യമായിട്, ഞങ്ങളൊക്കെയല്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവാൻ കേട്ടോ. പിന്നീട് സ്വാതിക്ക് ചെറിയൊരു ഭയം ഉള്ളിലുണ്ട് എങ്കിലും അവളിങ്ങനെ ഓരോന്നാലോചിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പൂജ അറിയുന്നുണ്ട് സ്വാതി കേസ് അന്വേഷണത്തിന് പുതിയ ആളുകളൊക്കെ നിയമപ്പെടുത്തിയതും അതിൽ നിന്നും SP കിരണിനെയൊക്കെ ഒഴിവാക്കിയ കാര്യങ്ങളൊക്കെ അറിയാണ്. ഇനി അർജുനെ പുറത്താക്കാൻ കഴിയില്ല, ഒരു പ്രതീക്ഷയുമില്ല എന്ന മട്ടിലാണ് കേട്ടോ മാധുരി അമ്മ പെരുമാറുന്നത്. അവർക്ക് കുറച്ച് ദിവസം ഒരു സമാധാനത്തോടെയുള്ളൊരു ഫീലിംഗ് ആയതുണ്ടായിരുന്നു. അർജുൻ വരും, അവൻ സത്യം തെളിയിക്കും എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റിയത് കാരണം തന്നെ അവർക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ കേട്ടോ. അങ്ങനെ അവർ പഴയതുപോലെ തന്നെ വയലൻ്റായി പൂജയോടും ബാക്കിയുള്ളവരൊക്കെ പെരുമാറുകയാണ്. പൂജ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ തളരാതെ, ഇങ്ങനെ സംസാരിക്കാതെ, എനിക്കുറപ്പുണ്ട് നമ്മുടെ മോളുടെ നൂലുകെട്ടിനെന്ന് അജുവേട്ടനെ ഇവിടെ ആ വാക്ക് എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും അച്ഛൻ നിറവേറ്റിത്തരും. അതിലെനിക്ക് ആത്മവിശ്വാസമുണ്ട് അമ്മ കരയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പൂജ മാധുരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. മാധുരിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് മഹേശ്വരി അമ്മയും അതും എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ.